എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്മൃതിയും ജസ്ന സലീമും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂസ് ഉണ്ടല്ലോ, അപ്പോൾ അതേക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ ആ ഒരു സംഭവത്തെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇനി അഥവാ ആർക്കെങ്കിലും ആ ഒരു വിഷയത്തെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഫസ്റ്റ് വീഡിയോകളൊക്കെ കിടപ്പുണ്ട്. അത് കണ്ടതിന് ശേഷം കാണുന്നതായിരിക്കും നല്ലത്. അതൊക്കെ കൂടി പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ലെന്താവും. അതുകൊണ്ടാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് പറയാം. സംഭവം എന്താണെന്ന് വെച്ചാൽ സ്മൃതി എന്ന് പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുട്ടി ജസ്ന സലീമിൻ്റെ ചില കൊള്ളരുതായ്മകൾ എടുത്തു കാണിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്തും വളരെ മാന്യമായ ഭാഷയിൽ മാന്യമായ രീതിയിൽ മാത്രം റിയാക്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ് സ്മൃതി. സ്മൃതി എന്ന് പറയുന്ന കുട്ടി എന്ന് വെച്ചാൽ ചെറിയൊരു കുട്ടിയാണ്, വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, അതിനുള്ള പ്രായമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കലപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ജസ്ന സലീം ആ കുട്ടിയെ കുറിച്ചിട്ട് വളരെ മോശകരമായ രീതിയിൽ ഒരു അപവാദ കഥ പടച്ചുണ്ടാക്കി. ആ കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു എന്നും കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ട് അബോർട്ട് ചെയ്തു എന്നും പറഞ്ഞിട്ടായിരുന്നു ആദ്യം രംഗത്ത് വന്നത്. അങ്ങനെ സ്മൃതി കൊണ്ടുവന്ന് സൈബർ സെല്ലിൽ പരാതി കൊടുത്തത് പ്രകാരം ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതിനുശേഷം വീണ്ടും വന്നിട്ട് ഈ പറയുന്നത് പോലെ സ്മൃതിയെക്കുറിച്ച് വീഡിയോ ചെയ്തു. ആ രണ്ടാമത് ചെയ്ത വീഡിയോയെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. ഈ ഒരു രണ്ടാം വരവ് ആദ്യത്തേത് നമ്മൾ പറഞ്ഞല്ലോ, സൈബർ സെല്ലിൽ പോലീസ് റിമൂവ് ചെയ്യിപ്പിച്ച കാര്യം. ഇപ്പോൾ രണ്ടാമത് അങ്ങനെ വീണ്ടും പുതിയൊരു കഥയുമായിട്ട് പുള്ളിക്കാരത്തി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. ഈ ഒരു കഥയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മൃതിക്ക് ഒരു സുധീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുമായിട്ട് അവിഹിതമുണ്ടായിരുന്നു എന്നും ആ ഒരു പയ്യനുമായിട്ട് കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു അത്രേ. അതായത് പത്തനംതിട്ടക്കാരിയാണ് ഈ പറയുന്ന സ്മൃതി എന്ന് പറയുന്ന പെൺകുട്ടി താമസിക്കുന്നത്. അവിടെ എങ്ങും നല്ലൊരു ഗൈനക്കോളജിസ്റ്റ് ഇല്ലാഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ അബോർഷൻ ചെയ്തു കൊടുക്കുന്ന സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് കോഴിക്കോട് കൊയിലാണ്ടിയിൽ എത്തിയിരിക്കുകയാണ് സ്മൃതി അബോർട്ട് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഈ അബോർഷന് പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാവണം ഈ കോഴിക്കോട് കൊയിലാണ്ടിയിലുള്ള ഹോസ്പിറ്റൽ എന്ന് വേണം മനസ്സിലാക്കാനായിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ പത്തനംതിട്ടക്കാരി ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാനായിട്ട് സാധിച്ചത്. അങ്ങനെ നമ്മുടെ സ്മൃതി അവിടെ ചെന്നെന്നും സുധീഷ് എന്ന് പറയുന്ന യുവാവിനൊപ്പമാണ് ചെന്നതെന്നും റിസപ്ഷനിൽ വന്നിട്ട് സ്മൃതി എന്നുള്ള പേര് മാറ്റി മറ്റൊരു പേരാണ് അവിടെ വച്ചതെന്നും ഈ പറയുന്ന ജസ്ന പറയുന്നുണ്ട്. എന്നിട്ട് ജസ്നയെ അവിടെ വച്ച് സ്മൃതി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്മൃതിക്ക് ആകെ പരവേശമായി. ജസ്നയെ കണ്ടതിൻ്റെ ഭയമായി പുള്ളിക്കാരത്തിക്ക്. അങ്ങനെ അതിനുശേഷം ഈ പറയും പോലെ സുധീഷിനൊപ്പം ഈ സ്മൃതി ഗൈനക്കോളജിസ്റ്റിൻ്റെ റൂമിലേക്ക് പോയി. ആ സമയത്ത് അവിടെ ചുറ്റുപറ്റി നിന്ന ജസ്ന എങ്ങനെയാണ്, ആരെ കാണാനാണ് വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ റിസപ്ഷനിൽ ചോദിച്ച് മനസ്സിലാക്കിയത്രേ ഗൈനക്കോളജി കാണാനായിട്ട് വന്നതെന്ന്. പിന്നീട് ജസ്നയ്ക്ക് അവിടെ പരിചയമുള്ള ആളുകളും സുഹൃത്തുക്കളും ഒക്കെ ഉള്ളത് കൊണ്ട് ഈ അബോർഷൻ്റെ കഥ ജസ്നയ്ക്ക് അറിയാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം ജസ്ന എന്ത് ചെയ്തെന്നോ, നേരെ ആ ഗൈനക്കോളജിസ്റ്റിൻ്റെ OPയുടെ മുന്നിൽ വന്ന് നിന്ന് അബോർഷൻ ചെയ്യുന്നതൊക്കെ ഒളിഞ്ഞു നിന്ന് കണ്ടു അത്രേ. എന്താല്ലേ, നല്ല ഹോസ്പിറ്റല്, ഫ്രീ ആയിട്ട് വരുന്ന ആളുകളെ അബോർഷൻ ചെയ്യുന്നത് കാണിക്കും. എത്ര നല്ല ഹോസ്പിറ്റല്. അപ്പോൾ ആർക്കെങ്കിലും അബോർഷൻ ചെയ്യുന്നതിനെക്കുറിച്ച് അറിയാനുള്ള ടെൻഡൻസി ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നേരെ നിങ്ങൾ കൊയിലാണ്ടി ഹോസ്പിറ്റലിലേക്ക് വച്ച് പിടിപ്പിക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അബോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ജസ്ന സലീം കണ്ടു ബോധ്യപ്പെട്ടു സ്മൃതിയെ അബോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള രീതി കണ്ടു മനസ്സിലാക്കി. അബോർട്ട് ചെയ്തതൊക്കെ പുള്ളിക്കാരത്തി മനസ്സിലാക്കി. അങ്ങനെ ശരിക്കും പുള്ളിക്കാരത്തി അവിടെ ചെന്നത് മൈഗ്രെയിൻ്റെ തലവേദന സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ്. എത്ര നല്ല മനസ്സാണല്ലേ. മൈഗ്രെയിൻ വന്ന് തലവേദന കാരണം കണ്ണു തുറക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും മറ്റൊരാളിനെ കുറിച്ച് അറിയാനുള്ളൊരു പുള്ളിക്കാരത്തിയുടെ ക്യൂരിയോസിറ്റിയെ ഉണ്ടല്ലോ, നമസ്കരിച്ചേ മതിയാവൂ. അതിനുശേഷം ഈ പുള്ളിക്കാരത്തി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നേരെ തിരികെ പോയി.
അതേസമയം സ്മൃതിയാണേൽ ജസ്നയെ കണ്ട് പരിഭ്രമിച്ച് അയ്യോ ഇനി ജസ്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് പേടിച്ച് അന്ന് തൊട്ട് തുടങ്ങിയതാത്രേ പിന്നെ ജസ്നയെ കാണുമ്പോഴുള്ള ആ ഒരു സ്മൃതിയുടെ പേടി. അപ്പോൾ ഈ ഒരു പേടി മൂലം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ജസ്ന ആരോടെങ്കിലും പറയുമോ എന്ന് ചിന്തിച്ച് പിറ്റേ ദിവസം തൊട്ട് ജസ്നയ്ക്കെതിരെ സ്മൃതി റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എങ്ങാനും ജസ്നയുടെ വായിൽ നിന്ന് ഇത് വീണു പോയാലോ, ജസ്നയുടെ വാക്കുകളാട്ടോ, എങ്ങാനും ജസ്നയുടെ വായിൽ നിന്ന് അങ്ങനെ ഇത് വീണു പോയാലോ, അപ്പോൾ വ്യക്തിപരമായ വൈരാഗ്യം വെച്ചിട്ട് ജസ്ന ഇത് പറയുന്നതെന്ന് വരുത്തി തീർക്കണം. അതിനു വേണ്ടിയിട്ട് ജസ്ന പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ സ്മൃതി വീഡിയോകളിലൂടെ പ്രതികരിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. 9ാം ക്ലാസ്സുകാരിയുടെ ബുദ്ധിയല്ലേ, അപ്പോൾ അത്രയൊക്കെ വരൂ. എന്നിട്ട് പുള്ളിക്കാരത്തി മറ്റൊരു കാര്യവും പറയുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ കൊയിലാണ്ടിയിലുള്ള ആ ഒരു ഹോസ്പിറ്റലിൽ പോയി തിരക്കുകയാണെങ്കിൽ അവിടെ ഒക്കെ CCTV കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ സ്മൃതി വന്നതിൻ്റെ തെളിവുകൾ അവിടെ തന്നെ ഉണ്ട് എന്ന് സമർത്ഥിക്കുകയാണ് ഈ പറയുന്ന ജസ്ന സലീം. എങ്ങനെയുണ്ട് ഇവളുടെ ബുദ്ധി? ഒന്ന് ഓർത്ത് നോക്കൂ. ഇത്രയും ലേശമായിട്ടുള്ള രീതിയിൽ ഒരു പെൺകുട്ടിയെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് വലിച്ചു കീറി ഒട്ടിക്കുന്ന ഇവളെയൊക്കെ എന്താ പറയേണ്ടത്? എന്നോട് പലരും പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് വെറുതെ ചേച്ചി പ്രശ്നത്തിലേക്ക് പോവണ്ട, ചേച്ചി ഇങ്ങനെ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ചേച്ചിയെ കുറിച്ചിട്ടായിരിക്കും ഇവൾ ഇനി അടുത്ത കഥ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ചേച്ചി ഇവളിൽ നിന്നും വീഡിയോ ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് സ്നേഹമുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ ഉപദേശിച്ചു. ആ സബ്സ്ക്രൈബേഴ്സ് കേൾക്കാനായിട്ട് പറയുകയാണ്, ഇവൾ എന്നെ എന്നോ പറഞ്ഞു കഴിഞ്ഞു, പറയേണ്ടതിനപ്പുറവും. ഇപ്പോൾ ഈ സ്മൃതിയെ പറഞ്ഞില്ലേ, അതൊക്കെ മീതെയായിരുന്നു ഇവൾ എന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു സമയത്ത് ഇവൾ പച്ചരി മേടിച്ചുകൊണ്ടിരുന്നത് എന്നെ വിറ്റിട്ടായിരുന്നു, എന്നെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടായിരുന്നു ഇവൾ കയറി വന്നുകൊണ്ടിരുന്നത്. ഇവളുടെ ഡെയിലി കണ്ടൻ്റ് ആയിരുന്നു ഞാൻ. ഒടുവിൽ അവൾക്ക് എന്നോടുള്ള കലിപ്പ് നിമിത്തം 3, 4, 5 തവണ എനിക്ക് എതിരെ കുട്ടികളെ കൊണ്ടുപോലും കേസ് വരെ കൊടുപ്പിച്ചു. അമ്മാതിരിയൊക്കെ അതും കടന്ന് അതിനടവും കഴിഞ്ഞു. കാരണം നമ്മൾ അവരെയൊന്നും പേപ്പിടി കണ്ടിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ മാന്യമായിട്ട് ജീവിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെയൊക്കെ എന്തിനാണ് ഭയക്കേണ്ടത്? അതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ മനസ്സിലാക്കുന്ന ഫാമിലി ഉണ്ട്, എനിക്ക് ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, ബന്ധുക്കളുണ്ട്, അയൽക്കാരുണ്ട്. പിന്നെ ഇവൾ പറഞ്ഞുണ്ടാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൽ ഒരുപാട് പോലീസ് കേസുകളുണ്ട്, അതിൻ്റെയൊക്കെ തെളിവ് അവളുടെ കയ്യിലുണ്ട്. എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി, പിന്നെ ഞാനൊരു ഹണി ട്രാപ്പുകാരിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇത് മാത്രമല്ല, എനിക്കൊരു കാമുകനുണ്ട്. സോഷ്യൽ മീഡിയ വഴി ഇവൾ എനിക്ക് ഫ്രീ ആയിട്ടൊരു കാമുകനെയും തന്നിട്ടുണ്ടായിരുന്നു. എന്തല്ലേ, അത്ര വൃത്തികെട്ടവളാണ്. അപ്പോൾ എന്തായാലും ഇവളെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. ആരെയും എന്തും പറയാൻ മടിയില്ലാത്തൊരേനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൾക്കെതിരെ നമ്മളെ വിമർശിക്കുമ്പോൾ ഇതിനപ്പുറവും ഇവൾ പറയുന്നുള്ള നല്ല ബോധ്യമുണ്ട്. പക്ഷേ സ്മൃതിയുടെ കാര്യത്തിൽ നമ്മളെ ഇവളെന്തെങ്കിലും പറയുമെന്ന് കരുതി നമുക്ക് ഒരിക്കലും മിണ്ടാണ്ടിരിക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്മൃതി എന്ന് പറയുന്നത് തീരെ ചെറിയൊരു കുട്ടിയാണ്. അതിൻ്റെ പ്രായം, പിന്നെ വിവാഹം കഴിക്കാത്ത കുട്ടി. അപ്പോൾ ആ ഒരു പരിഗണന പോലും ഇല്ലാണ്ട് അവളെക്കുറിച്ച് വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഇങ്ങനെ റിയാക്ട് ചെയ്യാനായിട്ടിരിക്കുകയാണെങ്കിൽ ഇവൾ പുരുഷന്മാരുടെ ചാനലിനെ പറ്റിയിട്ട് പറഞ്ഞ് റിയാക്ട് ചെയ്യാത്ത എന്ത്? എത്രയോ പുരുഷന്മാർ ഇവളെ നിത്യേന വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട്, ഇവളെ തന്നെ കണ്ടൻറ്റാക്കി വെച്ചിട്ട്. അവരെ കുറിച്ചിട്ടൊന്നും ഇവൾക്കൊന്നും പറയാനില്ലേ? അതും ഇവൾ എപ്പോഴും റിയാക്ട് ചെയ്യുന്നത് ഹൈന്ദവരായിട്ടുള്ള സ്ത്രീകളെ പറ്റിയിട്ടാണ്. എന്തല്ലേ? കാരണം ഹൈന്ദവരാണ് കൂടുതലായിട്ട് ഇവൾക്കെതിരെ സംസാരിക്കുന്നത്. ഇവൾക്കെതിരെ എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ്റെ ചിത്രത്തെ കുറ്റം പറഞ്ഞിട്ടായാലും ഗുരുവായൂർ കയറി നടന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് വിമർശിച്ചിട്ടായാലും അതുകൊണ്ടാണ് അവൾക്ക് ഈ ഹൈന്ദവരോട് ഇത്രയേറെ വെറുപ്പ്. എന്നാൽ ഇവൾ വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം ഹൈന്ദവരാണ് മേടിക്കേണ്ടതും. പക്ഷേ ഹിന്ദുക്കൾ തന്നെയാണ് ഹിന്ദുക്കളുടെ ശത്രു. അവർ തന്നെയാണ് പല വീഡിയോകളിലും ഇവൾക്ക് വേണ്ടിയിട്ട് വന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിലെല്ലാത്തിലും രസം ഇവളുടെ ചാനലിൽ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ഛർദ്ദിക്കാൻ മുട്ടും. അമ്മാതിരി കമൻറ്റുകളാണ് ആളുകൾ ഇടുന്നത്. മരുന്നിന് പോലും ഒരു നല്ല കമൻറ്റ് അതിൽ കാണാൻ കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും സ്മൃതിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് പുള്ളിക്കാരത്തിയുടെ ചാനലിന് കുറച്ച് റീച്ച് കിട്ടി, കുറച്ച് വ്യൂസൊക്കെ കൂടുതലായിട്ട് വന്നു പുള്ളിക്കാരത്തേക്ക്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തി ഇനി സ്മൃതിയെക്കുറിച്ച് പറയുന്നത് നിർത്തുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം. സ്മൃതിയെക്കുറിച്ച് ജസ്ന പറഞ്ഞതിൻ്റെ വീഡിയോ ക്ലിപ്പ് നിങ്ങളെ എല്ലാവരെയും കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് വീഡിയോ
സ്മൃതിക്കെതിരെ പറഞ്ഞതിൻ്റെ ഫസ്റ്റ് വീഡിയോ റിമൂവ് ചെയ്ത് കളയിപ്പിച്ചതിന് ശേഷം എന്ത് തൻ്റെ ഇടം ഉണ്ടായിട്ടാണ് രണ്ടാമത് വീണ്ടും ആ സ്പോട്ടിൽ തന്നെ വന്ന് അടുത്ത വീഡിയോ ഇട്ടത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് വരാവേ. തെറ്റ് ചെയ്യാത്തവൻ എന്തിനു ഭയക്കണം ഇല്ലേ? നമ്മളൊരാളെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കാലം അത് തെളിയിക്കില്ലേ? പിന്നെ എന്തിനാണ് ഓരോരുത്തർ ഭയക്കുന്നത്? ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലേ, ആ കുട്ടി എന്തിനാ ഇത്ര വെപ്രാളപ്പെടുന്നത്, ആ കുട്ടി എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത്? ഞാൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞിട്ട് അതും ആ കുട്ടി ഇന്നലെ തൊട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കാം. എൻ്റെ അടുത്ത് തെളിവുകളുണ്ട്. അപ്പോൾ ഇന്നലെ തൊട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കും, അതേപോലെ ഇന്ന് രാവിലെ തൊട്ട് എന്നെ കോൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ കോൾ റെക്കോർഡ് സഹിതം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ആ കുട്ടി പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യുകയും കൂടെ ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യണം, ഇല്ലെങ്കിൽ വർഗീയവാദിയാക്കിയിട്ട് എന്നെ മുദ്ര കുത്താൻ ശ്രമിക്കുന്നു എന്ന് വെച്ചാൽ ആ കുട്ടി ഒരു ഹിന്ദുവാണ്, ഹിന്ദു ആയതുകൊണ്ടാണ് ആ കുട്ടീനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് എന്ന് വരുത്തി തീർക്കാൻ ആ കുട്ടി ശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞു നീ ചെയ്തോ, അതിൻ്റെ വോയിസ് ഡീറ്റെയിൽസ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു നീ ചെയ്തോ, നോ പ്രോബ്ലം. ആ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കോ ആ കുട്ടിക്കോ ആ കുട്ടിയുടെ വീട്ടുകാർക്കും നല്ല അസലായിട്ട് അറിയാം. അപ്പോൾ പിന്നെ ഈ കുട്ടി എന്തിനാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്യണമെന്നുണ്ട്, നീ എന്നെക്കുറിച്ച് ഞാൻ അന്ന് കണ്ട അന്ന് തൊട്ടിട്ട് നീ എന്നെക്കുറിച്ച് വേണ്ടാതീരം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നില്ലേ, അത് നീ റിമൂവ് ചെയ്താൽ ഞാനിത് റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ചു പറയുന്നത് അത് അവൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ നീ റിമൂവ് ചെയ്യണ്ട, അങ്ങനെ തന്നെ പോകട്ടെ, അവൾ നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. കാരണം ഈ നിയമം എന്ന് പറയുന്നതൊക്കെ ഈ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കല്ലോ. ആ കൊച്ചു കൊയിലാണ്ടി വന്നിട്ടുണ്ടോയെന്നും ഇങ്ങനെ ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെന്നും. വേറൊരു കാര്യം പറയട്ടെ, ഈ കുട്ടീനെ ഞാൻ ശ്രദ്ധിക്കാൻ കാരണം എല്ലാവരും ചോദിക്കുന്നുണ്ട്, മൈഗ്രെയിൻ ആയിട്ട് കാണിക്കാൻ വന്ന ഞാനിങ്ങനെ ഗൈനക്കിനെ കാണിക്കുന്ന ഇവളെ കണ്ടു എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം ഞാൻ തരാം. ഞാൻ റിസപ്ഷനിൽ ഷീട്ട് എടുക്കാൻ പോകുന്ന സമയത്താണ് എൻ്റെ മുമ്പിലൊരു പയ്യൻ, സുധീഷ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യന് ഈ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഷീട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പെണ്ണിൻ്റെ പേര് മാറ്റിയാണ് അവർ പറഞ്ഞത്. അപ്പോൾ മാറ്റി പറഞ്ഞ സമയത്ത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഹസ്ബൻഡ് നെയിം കൊടുത്തത് സുധീഷ് എന്ന് പറഞ്ഞിട്ടോ, സുധീഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ കൂടെയാണ് ഇവൻ വന്നത്. ഇനി അവൻ്റെ പേര് കറക്റ്റാണോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അവൻ ഷീട്ടെടുത്ത് വാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കൊച്ചിനെ എവിടെയോ കണ്ട് പരിചയം ഉണ്ടല്ലോ എന്നപ്പോൾ എനിക്ക് തോന്നിയത് യൂട്യൂബർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ പേര് യഥാർത്ഥത്തിൽ എനിക്കറിയാം, ഇവിടുന്ന് ആ പയ്യൻ പറഞ്ഞ പേരല്ലല്ലോ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര്. അപ്പോഴാണ് ഞാനൊന്ന് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഷീട്ടെടുത്ത് അപ്പോൾ ഞാനിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കിയ സമയത്താണ് ഗൈനക്കിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ ഞാൻ അവിടെ ചുറ്റിപ്പറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ചുളൂലറിഞ്ഞ സംഭവങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അത് അവിടെ നിന്ന് ചെയ്ത് തരുമോ എന്നറിയാൻ വേണ്ടിയിട്ട് പേരും നാളൊക്കെ മാറ്റി പറഞ്ഞിട്ടാട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. അതാണ് ഇത്ര ധൈര്യം. എന്നോട് പറഞ്ഞു കൊയിലാണ്ടി വന്ന് ഹോസ്പിറ്റലിൽ വന്ന് കച്ചറ ഉണ്ടാക്കും പോലും, എന്നിട്ട് കൊയിലാണ്ടി ഹോസ്പിറ്റലുകാരെ കൊണ്ട് എൻ്റെ പേരിൽ കേസ് കൊടുപ്പിക്കും. ഞാൻ പറഞ്ഞു നീ കൊടുപ്പിച്ചോ, നോ പ്രോബ്ലം. കാരണം CCTVയും അവിടുത്തെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പേര് നമുക്ക് മാറ്റി പറയാൻ പറ്റിയാലും CCTVയിൽ നീ തന്നെയല്ലേ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ആകെ വെപ്രാളം. ഈ കുട്ടി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കുട്ടി എന്തിനാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം, ഞാൻ അങ്ങനെ പറയാനേ ചിന്തിക്കാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ ഭാഗത്ത് എന്താണ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ. ഞാൻ ഈ വിഷയം ഇനി സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ്. കാരണം ഞാൻ സത്യാവസ്ഥ തുറന്നു പറഞ്ഞു. ഇനി അവിടെ കഴിഞ്ഞു, മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം, ഇല്ലാത്തവർക്ക് മനസ്സിലാക്കണ്ട എന്ന് കരുതിയതാണ്. ഇന്ന് രാവിലെ ആ കുട്ടി വിളിച്ച സമയത്ത് ഞാൻ വീഡിയോ കോൾ ചെയ്ത് സകല ഡീറ്റെയിലും പറഞ്ഞു കൊടുത്തു, സകല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അപ്പോഴും അവൾക്ക് വേണ്ടത് ഞാൻ റിമൂവ് ചെയ്യുക വീഡിയോ, ഞാൻ മാപ്പ് പറഞ്ഞ് അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയണം. നടക്കുന്ന കേസാണോ അത്? കാരണം നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൊച്ചേ ഞാൻ എന്നാത്തിനാണ്? അപ്പോൾ ആ കുട്ടി സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ടല്ലോ, എനിക്കൊരു കുഴപ്പമില്ല. കാരണം അന്വേഷണം വരും, അന്വേഷണം വന്നാലല്ലേ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ഞാനെങ്ങനെ മൈഗ്രെയിൻ കാണിക്കാൻ പോയ, ഞാനെങ്ങനെ ഗൈനിക്കിനെ കാണിക്കാൻ പോയ ഇവളെ കണ്ടു എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഡീറ്റെയിലായി മനസ്സിലായല്ലോ. അപ്പോൾ സുധീഷ് എന്ന് പറഞ്ഞ പയ്യൻ്റെ കൂടെയാണ് ഇവൾ വന്നത്. ഹോസ്പിറ്റലിൽ പേര് മാറ്റിയിട്ടുമാണ് കൊടുത്തത്. പേര് മാറ്റി കൊടുത്ത സമയത്ത് ഈ കൊച്ചിനെ കണ്ടപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്, ഇതൊരു യൂട്യൂബർ അല്ലേ എന്നുള്ളതും ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് എനിക്ക് മനസ്സിലായതും. അതുകൊണ്ടാണ് ഞാൻ അതിനെ മെയിനായിട്ടൊന്ന് നോട്ട് ചെയ്തത്. അപ്പോൾ ഏതായാലും അന്ന് തൊട്ടിട്ടുള്ള ഒളിയം പെയ്യലാണ്. കുറച്ച് മുസ്ലിംസിനെയും കൂട്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ആ കുട്ടിയുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ കാണാം. എന്നിട്ട് ഞാൻ മതതീവ്രവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അതും ആ കുട്ടിയുടെ പേരിൽ. മതതീവ്രവാദം ഉണ്ടാക്കാൻ പറ്റിയ കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏതായാലും സത്യം എന്തായാലും തെളിയൂട്ടോ. പിന്നെ വേറൊരു കാര്യം എന്നോട് പറഞ്ഞു, ഞാൻ വരയ്ക്കുന്ന കൃഷ്ണൻ്റെ കണ്ണ് ചത്ത് കിടക്കുകയാണോ അല്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചു കൊച്ചെ നിൻ്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ കുഴപ്പമുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു ആദ്യം നീ നിൻ്റെ കണ്ണ് റെഡിയാക്കിയിട്ടോ, എന്നിട്ട് കൃഷ്ണനെയും എന്നെയൊക്കെ കുറ്റം പറഞ്ഞാൽ പോരേന്ന്. ഏതായാലും ഇതിൻ്റെ സത്യാവസ്ഥ എത്ര ആൾക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്ക് ഏകദേശം മനസ്സിലായി. കാരണം അത്രമേൽ റീച്ച് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ കൊച്ചു പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലേ, എനിക്ക് ഈ ഒരു വീഡിയോക്ക് മാത്രം റീച്ച് കിട്ടും, ചുമ്മാ അതാ കൊച്ചേ ഒന്ന് എൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കാതിരിക്കുന്നുണ്ടാവും. ഏതായാലും സുധീഷ് ചേട്ടനോട് ഞാൻ ചോദിച്ചതായിട്ട് പറയണം. അപ്പോൾ ബൈ കേട്ടോ.
ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എല്ലായിടത്തും കൊണ്ട് കേസ് കൊടുക്കും. ഞാൻ BJP-യിലും കൊടുക്കും, കോൺഗ്രസിലും കൊടുക്കും, എല്ലായിടത്തും കേസ് കൊടുക്കും, എല്ലാ പൊളിറ്റീഷ്യന്മാരുടെ അടുത്തും ഞാൻ കൊണ്ട് കേസ് കൊടുക്കും, എവിടെ വേണമെങ്കിലും ഞാൻ കേസ് കൊടുക്കും. പിന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആര് സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള വഴി എനിക്കറിയാം. ഞാൻ കൊയിലാണ്ടി ആശുപത്രി പോയിട്ട് കൊയിലാണ്ടി ആശുപത്രി ഞാൻ വന്നു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇതുപോലെ ചെയ്തു, ഇതുപോലെ വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞ് ഞാൻ കൊയിലാണ്ടി ആശുപത്രി പോയിട്ട് അവിടുത്തെ എല്ലാ ലിസ്റ്റും എല്ലാ സകലമാന സാധനവും എടുത്ത് ആ ആശുപത്രി കാര്യം കൊണ്ട് പോലും ഞാൻ കേസ് കൊടുപ്പിക്കും. കാരണം ഒരു ആശുപത്രിയെ കുറിച്ചിട്ട് കൂടിയാണ് അനാവശ്യം പറഞ്ഞത്. കേസ് കൊടുപ്പിക്കട്ടെ. ഞാൻ അവിടെ പോകും. എനിക്കിപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കൊയിലാണ്ടി ആശുപത്രി പോകും. ഒരു ഹോസ്പിറ്റൽ ഉൾപ്പെടെ വന്ന് എന്റെ കൂടെ വന്ന് കേസ് പറയുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ അകത്ത് കിടക്കും. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പറയുവാണ്, അത് വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് മാപ്പ് പറഞ്ഞ് വീഡിയോ ഇട്ടോ. അപ്പോൾ ജസ്ന സലീമിൻ്റെ വായിൽ നിന്ന് വീഴുന്ന അത്രയും വിസർജ്യമായിട്ടുള്ള വാക്കുകൾ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. എന്ത് പറയണം ഈ ഒരു സ്ത്രീയെ കുറിച്ചിട്ട്? എന്താ ഇവരുടെ ഉദ്ദേശം? സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇമാതിരി വൃത്തികേടുകൾ പറയുന്ന ഇവർ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവരുടെ വീട്ടുകാർക്കൊന്നും ഇതൊരു വിഷയമായിരിക്കില്ല. കാരണം അവർക്ക് പൈസയായിരിക്കും മുഖ്യം. എന്ത് മകൾ വന്ന് പറഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇവരുടെ വീട്ടിൽ വളർന്നു വരുന്ന 2 കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് മാനക്കേടല്ലേ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് യാതൊരു ഉളുപ്പും ഇല്ലാണ്ട് ഉമ്മ ഇങ്ങനെ പറയുമ്പോൾ? ഇവർക്കൊരു സ്വഭാവമുണ്ട്. കുട്ടികൾ എന്ന വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ കുട്ടികളെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞേന്ന് പറഞ്ഞ് കൊണ്ടുപോയി കള്ളക്കേസ് കൊടുക്കും. അതിനുവേണ്ടി കുട്ടികളെ അടുത്ത് പറയുകയും ചെയ്യും. ഇവർ കള്ളക്കേസ് കൊടുക്കുന്ന കാര്യത്തിൽ അവർ തന്നെയാണ് കുട്ടികളെ പറഞ്ഞ് കള്ളക്കേസ് കൊടുപ്പിക്കുന്നത്. അതാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങളെ കുട്ടികളെ കണക്ക് തന്നെയാണ് മറ്റുള്ളവരുടെ കുട്ടികളും. ഇപ്പോൾ കുറച്ച് പ്രായം നിങ്ങളുടെ മക്കളെക്കാളും ഒരു 5 or 6 വയസ്സ് കൂടിപ്പോയി എന്ന് കരുതിയിട്ട് സ്മൃതി എന്ന് പറയുന്നത് വിവാഹം കഴിക്കാത്തൊരു പെൺകുട്ടിയാണ്. നിങ്ങൾ ആ കുട്ടിയെ പറ്റിയിട്ട് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ തിരിച്ചെടുത്തേ മതിയാവൂ. നമ്മൾ എത്ര പറഞ്ഞാലും നിങ്ങളത് അനുസരിക്കില്ല എന്നറിയാം. പിന്നെ വിനാശകാലേ വിപരീത ബുദ്ധി. സ്മൃതി വളരെ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് സ്മൃതിക്ക് പറയാനുള്ളത്. സ്മൃതിക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും നമ്മൾ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. പിന്നെ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, പലരും പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇത് പറഞ്ഞ ജസ്നയല്ലേ, അവൾ പറഞ്ഞ ആര് വിശ്വസിക്കാമെന്ന്. അങ്ങനെയൊന്നും നിങ്ങൾ ചെറുതായിട്ട് കാണണ്ട. എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന 3 ചാനലുണ്ട് എനിക്ക്. ആ 3 ചാനലിലും വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട രീതിയിൽ സ്മൃതിയെ സംശയിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കമൻറ്റുകൾ ഇപ്പോൾ വരുന്നുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, എന്നാൽ പോലും പല ആളുകളും ഡൗട്ട് അടിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ നോക്കൂ, ഈ ഒരു ചെറിയ കുട്ടിയെ ഇത്രയേറെ മോശമായിട്ട് വലിച്ചു കീറി ഒട്ടിച്ച ഇവളുടെ മനസ്സിന് ഇത്രയും കൂടുതലൊന്നും പറയുന്നില്ല. കൂടുതലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് വെറുതെ. എന്തായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തോളൂ. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.